2006 ആ ഒരു കാലഘട്ടത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രി ലോട്ടറി എണ്ണത്തിൽ കയറിയപ്പോൾ ആ സമയത്ത് സാർ നടത്തിയൊരു പോരാട്ടമുണ്ട്. എക്സ്പീരിയൻസ് വിഷയത്തിൽ അത് 3-4 കൊല്ലമായിട്ട് അന്നത്തെ അതിന് മുമ്പ് 2010 ഞാനിത് കൊണ്ടുവന്നത്. ഒരു 3-4 കൊല്ലമായിട്ട് അതർ സ്റ്റേറ്റ് ലോട്ടറി ഉണ്ടായിരുന്നു കേരളത്തിൽ. തട്ടിപ്പായിരുന്നു. ഇവരിങ്ങനെ വന്ന് ഒരു വർഷം 20,000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആളുകൾ ഇത് ഭയങ്കര അഡിക്റ്റായി, അഡിക്ഷൻ വന്നു, ഭയങ്കര ആത്മഹത്യകളായി. ആളുകൾ സ്വത്തൊക്കെ വിറ്റിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങി. വെച്ചാൽ നമ്മൾ 50 രൂപയുടെ 100 രൂപയുടെ ലോട്ടറി അല്ല എടുക്കുന്നത്, 2,000 രൂപയുടെ 3,000 രൂപയുടെ ഓരോ ദിവസം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരു വല്ലാത്ത രീതിയായി. അപ്പോൾ ഗവൺമെൻറ് അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ടാക്സ് കിട്ടുമല്ല, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് നഷ്ടമാണ്, സ്റ്റേറ്റിന്. അത് ഇത്രയും പൈസ പുറത്ത് ഇവരുടെ ഈ ബമ്പറിൻ്റെ ലോട്ടറിയൊക്കെ അടിക്കുന്ന ഒരു വീട്ടുകാർക്ക് തന്നെയാണ്. ലോട്ടറി എടുക്കുന്നതിലും ഒരു ട്രാൻസ്പെറൻസി ഇല്ല, തട്ടിപ്പായിരുന്നു, വെറും ഇതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇത് വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇവർ ലോട്ടറി അനുവദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഞാൻ ഈ ലോട്ടറി വിഷയം എപ്പോഴും കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്, ഇതിങ്ങനെ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ ബോംബാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്, ഇത് ഒരു അഴിമതി ആരോപണമായിട്ട് ഉന്നയിക്കാൻ പറഞ്ഞു ഗവൺമെൻറ്റിനെതിരായിട്ട്. കാരണം ഗവൺമെൻറ് ഇവരിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ അലിഗേഷൻ. അങ്ങനെയുള്ള 2.5 കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള കേസൊക്കെ ഉണ്ട്. ഗവൺമെൻറ് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസയൊക്കെ ആണ് ധനകാര്യമന്ത്രി. അങ്ങനെ ഞാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, ഹൗസിൽ വലിയ ചർച്ച നടക്കുന്നു, പുറത്ത് ചർച്ച നടക്കുന്നു, ഭയങ്കര ചർച്ച നടത്തി ഇതിങ്ങനെ പീക്കിലാവുന്നു. ആയ സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു സംവാദത്തിൽ, ഡിബേറ്റിൽ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നു വെല്ലുവിളി. എന്നിട്ട് പറഞ്ഞ് എന്നെ അയക്കാൻ തോന്നും പബ്ലിക് ഡിബേറ്റിൽ. അപ്പോൾ പുള്ളി പറയും, MLA ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അയക്കാൻ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡ്രൈവറെ അയക്കാമെന്നല്ലേ തിരിച്ച് മറുപടി പറയണ്ടേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് പ്രൈവറ്റ് സെക്രട്ടറി ആണ്, ഞാൻ തയ്യാറാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഡിബേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഗവൺമെൻറ് പെട്ടുപോയി. അപ്പോൾ അന്ന് ആ ഡിബേറ്റ് വെച്ചു, ഇവിടെ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഡിബേറ്റ് വെച്ചു, വൈകുന്നേരം 4 മണിക്ക്. ഞാനും അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ മീതെ പ്രഷറുണ്ടായി. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് സെക്രട്ടറി അയച്ച ഗവൺമെൻറ്റല്ലേ നാണക്കേട്, 10-20 മന്ത്രിമാരും 100 MLA മാരും ഉള്ളതല്ലേ. സാർ അന്ന് രാവിലെ മന്ത്രി തന്നെ വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും തോമസ് ഐസക്കും തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു. ഡിബേറ്റ് ഈസ് ഓൺ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഒരു 1-1.5 മണിക്കൂർ ഡിബേറ്റ് നടന്നു ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലും ഇന്ത്യയിലും അങ്ങനത്തെ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല. ഒരു മിനിസ്റ്ററും ഒരു ഒപ്പോസിഷനിലുള്ള ഒരു MLA തമ്മിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ഓപ്പൺ ഡിബേറ്റ് ഹൗസിൽ നടന്നിട്ടുണ്ട്. ഇത് ഹൗസിന് പുറത്തുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ്. പിന്നീട് നടന്നിട്ടില്ല, അതിന് മുമ്പ് നടന്നിട്ടില്ല. അപ്പോഴേക്കും അത് ഫോക്കസിൽ വന്നു ഇഷ്യൂ. പിന്നെ ഗവൺമെൻറ് വാസ് ഫോഴ്സ് ടു ക്യാൻസൽ ഓൾ ദ ലോട്ടറീസ്, ഔട്ട്സൈഡ് ലോട്ടറീസ്. ഗവൺമെൻറ് ഈ ലോട്ടറി കംപ്ലീറ്റ് എല്ലാവരും റദ്ദ് ചെയ്തു. ഇപ്പോൾ ആ ലോട്ടറി ഇല്ല. അപ്പോൾ കേരള ലോട്ടറി അന്ന് വെറും 300 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കേരള ലോട്ടറി തകർന്നു പോയി. ഈ ലോട്ടറി ആയിരുന്നു ചെയ്തത്. അത് പോയതിന് അപ്പോൾ വലിയ ഇത് വന്നിരുന്നു. കേരളത്തിൽ 2-3 ലക്ഷം പേര് ലോട്ടറി ഏജൻറ്റുമാരുണ്ട്, ഇവരൊക്കെ പട്ടിണിയായി പോകും. അപ്പം ഞാൻ പറഞ്ഞത് അതല്ല, കേരള ലോട്ടറി വളരും, ഇവരാരും ജോലി പോവില്ല. ഇത് കേരളത്തിന് നഷ്ടമാണ്. 80,000 കോടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇക്കോണമി തകർന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അഡിക്ഷനിൽ നിന്ന് പോയി ലോട്ടറി സാധാരണയായി. കേരള ലോട്ടറി 300 കോടിയിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 15,000 കോടിയെങ്കിലും ഉണ്ടാവും. അതിലേക്ക് വളർന്നു. അത് എപ്പോഴും കണക്കാക്കപ്പെടേണ്ടത് ഒരു പൊളിറ്റിക്സ്, ഡെമോക്രസി എന്ന് പറയുന്നത് ഡിബേറ്റ് ആൻഡ് ഡിസ്കോസ്.